നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുറത്തുവരുന്ന വിവരങ്ങൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഗ്രീമയും അമ്മയും മരിക്കാനുള്ള പ്രധാന കാരണം ഉണ്ണികൃഷ്ണൻ തന്നെയെന്നും ഉണ്ണികൃഷ്ണന്റെ സ്വഭാവ രീതികളാണെന്നും വ്യക്തമാവുകയാണ്. ഉണ്ണികൃഷ്ണൻ ഒരു ഗേ ആണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അന്ന് തന്നെയാണ് അമ്മയും ഗ്രീമയും മരണപ്പെടുന്നത് എന്നും വ്യക്തമാകുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ ഗ്രീമയുടെ മരണത്തിന് അരമണിക്കൂർ മുമ്പ് പോലും ഈ പറയുന്ന ചാറ്റുകളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ ആൺ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ സജീവമായിരുന്നു എന്നതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കമലേശ്വരത്ത് അമ്മയും മകളും 200 പവൻ നൽകി മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും മകളും ഭർത്താവും ഒരുമിച്ച് താമസിക്കാതെ വളരെ വേദനയോടുകൂടി കഴിഞ്ഞ 3 അംഗ കുടുംബം. ആ വേദന താങ്ങാൻ വയ്യാതെ ആ അച്ഛൻ ഹൃദയം തകർന്ന് മരിച്ചു. ശേഷം അമ്മയ്ക്കും മകൾക്കും വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഭർത്താവിനെ അന്വയിപ്പിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരു മരണ വീട്ടിൽ വെച്ചാണ് ഭർത്താവിനെ വീണ്ടും ഭാര്യ കാണുന്നത്. അന്ന് ചില നഗ്ന സത്യങ്ങൾ ആ ഭാര്യ അറിയുകയുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അമ്മയും മകളും സൈനൈഡ് കഴിച്ച ഒരു നീണ്ട ആത്മഹത്യക്കുറിപ്പ് എഴുതിയതിനു ശേഷം ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. അവരെ അത്രയും മനസ്സ് മടുപ്പിച്ച ആ സത്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ പുറത്തു വരികയാണ്. കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ യഥാർത്ഥ കാരണം പുറത്ത്. മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നതിന്റെയും അവരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നതിന്റെയും തെളിവുകൾ ഗ്രീമയുടെ ബന്ധുക്കൾ പോലീസിന് കൈമാറി. ഭർത്താവ് കൂടെ കൂട്ടുമെന്ന് വിശ്വസിച്ച ഗ്രീമ 5 വർഷം കടുത്ത അവഗണന നേരിട്ടിട്ടും ഒരിക്കലും വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. ഇതായിരുന്നു ആത്മഹത്യക്ക് കാരണം. ഇതോടെ ഉണ്ണികൃഷ്ണന്റെ ചേട്ടൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് വരികയാണ്. SL സജിത, മകൾ ഗ്രീമ S രാജ് എന്നിവരെ ബുധനാഴ്ച വൈകിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹമാണ് ഗ്രീമയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതിന്റെ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അതായത്, ഉണ്ണികൃഷ്ണൻ ഒരു സുവർഗ അനുരാഗിയായിരുന്നു എന്നടക്കമുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. PhD നേട്ടത്തിന്റെ പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം ഉണ്ണികൃഷ്ണൻ അകലം പാലിച്ചെന്നും ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചെന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം. ഭാര്യാപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാൻ പോലും മനസ്സ് ഇയാൾ കാണിച്ചില്ല. ഉണ്ണികൃഷ്ണൻ തെറ്റുകാരനല്ലെന്നും പ്രശ്നങ്ങൾക്ക് കാരണം ഗ്രീമയുടെ അമ്മയാണെന്നും ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൗൺസിലിംഗ് നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല എന്നും അവർ പറയുന്നു. ഇതിനിടെയാണ് ഗേ ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതോടെ കുടുംബം പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വ്യക്തമായി. ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയാണ് എല്ലാത്തിനും കാരണമെന്ന് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗ്രൂപ്പുകളുടെ പേര് പുറത്തു വന്നതോടെ എല്ലാം പാളുകയാണ്. മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ ശനിയാഴ്ച രാത്രി 10ഓടെയാണ് തലസ്ഥാനത്ത് എത്തിച്ചത്. അയർലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ പോലീസ് പിടികൂടിയത്. ഭാര്യയും അമ്മയും മരിച്ചത് അറിഞ്ഞിട്ടും രക്ഷപ്പെടാനായിരുന്നു ശ്രമം. ഇതിനൊപ്പം ഭാര്യയുടെ അച്ഛൻ മരിച്ചിട്ട് പോലും നാട്ടിലേക്ക് വന്നതുമില്ല. ഈ ക്രൂരതയെ മറയ്ക്കാൻ പുതിയ തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഗ്രീമയുടെ അമ്മ സജിതയുടെ അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നുമാണ് ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കളുടെ വാദം. ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ കുറ്റങ്ങളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത്. തന്റെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവാണെന്നായിരുന്നു മരിച്ച ഗ്രീമയുടെ സന്ദേശം. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പ്രതി ഗ്രീമയെ ഉപേക്ഷിച്ചതായും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയിലേക്ക് ചർച്ചകൾ എത്തുന്നത്. തിരുവനന്തപുരത്തെ അതിപ്രശസ്ത കുടുംബമാണ് ഉണ്ണികൃഷ്ണന്റേത്. അറസ്റ്റിലായ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ചന്തു പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും അമ്മ സജിതയുടെയും ഗ്രീമയോടുള്ള അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സഹോദരൻ ആരോപിച്ചിരുന്നു. അമ്മ സജിതയുടെ മകളോടുള്ള അമിത സ്നേഹമാണ് ഉണ്ണികൃഷ്ണനും ഗ്രീമയും തമ്മിലുള്ള വിവാഹബന്ധം തകരാനുള്ള പ്രധാന കാരണമെന്ന് ചന്തു തന്നെ പറയുന്നു. എന്നാൽ മരണവീട്ടിൽ ഗ്രീമയെ എന്തിന് ഈ ഉണ്ണി അപമാനിച്ചെന്നതിന് ഉത്തരവുമില്ല. ആ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗ്രീമയോടും അമ്മയോടും തനിക്ക് ഇത്തരത്തിൽ, അതായത്
താൻ സ്വർഗ അനുരാഗിയാണെന്നും തനിക്ക് പെണ്ണുങ്ങളോടല്ല താല്പര്യം എന്നുള്ള സത്യം പറയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ശാരീരിക പീഡനമൊന്നും തന്നെ ഏൽപ്പിക്കാത്തത് ഒരു പക്ഷേ അതുകൂടി കൊണ്ടായിരിക്കാമെന്നാണ് പലരും ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും ഗ്രീമയോടുള്ള അമ്മയുടെ അമിത വാത്സല്യമാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നും ഉണ്ണികൃഷ്ണനും ഗ്രീമയ്ക്കും ഒരു സ്വകാര്യതയും സജിത നൽകിയിരുന്നില്ല എന്നും സജിതയുടെ നിയന്ത്രണത്തിലാണ് ഗ്രീമ ജീവിച്ചിരുന്നതെന്നും ഹണിമൂൺ ട്രിപ്പിനിടെ പോലും നിരന്തരം ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിയെന്നും ഗ്രീമയെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചെങ്കിലും സജിത സമ്മതിച്ചില്ല എന്നുമൊക്കെയാണ് സഹോദരൻ പറഞ്ഞത്. ഫോൺ വിളിച്ചാൽ പോലും സ്പീക്കർ ഓൺ ചെയ്ത് സജിത സംസാരിക്കും. ഇതിനെ തുടർന്ന് 2 തവണ കൗൺസിലിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തർക്കമുണ്ടാകുമ്പോൾ സജിത ആത്മഹത്യാ ഭീഷണി മുഴക്കുമെന്നും ഭീഷണി മൂലമാണ് ബന്ധം പിരിയുക തീരുമാനത്തിലെത്താൻ വൈകിയതെന്നും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തറിയുന്നത് വലിയ അഭിമാന തകർച്ചയായി സജിത കണ്ടുവെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം പച്ചക്കള്ളമാണ് എന്ന വരികയാണ് ഇപ്പോൾ. ഗേ തായ്ലാന്റും ഗേ കോപ്പൻഹേഗനുമായിരുന്നു ഉണ്ണിയുടെ താല്പര്യ ഏരിയ. എന്തായാലും ഇതിന്റെ എല്ലാ തെളിവുകളും ഗ്രീമയുടെ ബന്ധുക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴേതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രീമയെക്കുറിച്ചും ഗ്രീമയുടെ അമ്മയെക്കുറിച്ചും ഉണ്ണിയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഒരു അപകർഷതാബോധം ഉണ്ട്. അതിനുശേഷം വീട്ടുകാരുടെ പറച്ചിലിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണ് ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം. ഗ്രീമ വന്നതിന് ശേഷമാണ് ഇവൻ്റെ അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി. ഏതൊരമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ. 7/5/2019 പാസ്പോർട്ട് എടുത്ത് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിയാണിത്. ആ കുട്ടിയാണ് അവർ പറയുന്നത് അമ്മ വിട്ടില്ല, പോയില്ല, മണ്ണ വിട്ട് വെച്ച് ഇവരെ അപമാനിച്ച് ഇറക്കി വിട്ടതായിട്ട് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ആ വിഷമത്തിലാണ് അവർ ഈ കടുങ്കൈ ചെയ്തത്. ഇവൻ ആദ്യം ഒരിക്കൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് PhD കിട്ടണം, എനിക്ക് 6 മാസം നീ എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം, അതുകൊണ്ട് 6 മാസം ഞാൻ എന്നെ കോൾ ചെയ്യത്തില്ല, വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് പോയവനാണ് ഈ 5 വർഷമായിട്ട്. ഈ 6 മാസം എന്ന് പറയുന്നത് ഇപ്പോൾ 5 വർഷമായി.